അടുത്തതായിട്ട് മൂന്നാമത്തെ അനലോഗ് പൾസ് മോഡുലേഷനായ PPM-നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. PPM അഥവാ പൾസ് പൊസിഷൻ മോഡുലേഷൻ. PPM പൾസ് പൊസിഷൻ മോഡുലേഷൻ നമ്മുടെ ഫസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പിന്നീട് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, മൂന്നാമത്തേതായിട്ട് പൾസ് പൊസിഷൻ മോഡുലേഷൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് പൾസ് പൊസിഷൻ മോഡുലേഷന്റെ വർക്കിംഗ് എന്ന് നോക്കിയാൽ, കാരിയർ പൾസിന്റെ പൊസിഷനാണ് ഇവിടെ വേരി ചെയ്യുന്നത്. കാരിയർ പൾസിന്റെ പൊസിഷൻ വേരി ചെയ്യുക ഏതിനെ കറസ്പോണ്ടിങ് ആയിട്ട്? നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് ചേഞ്ചിന് അനുസരിച്ച്, അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റിന്റെ വേരിയേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ അനുസരിച്ച്. പൊസിഷൻ of the carrier pulses varies in accordance with the instantaneous value of modulating signal or message signal. അതാണ് PPM-ന്റെ ഡെഫിനിഷൻ. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കാരിയർ പൾസിന്റെ പൊസിഷൻ വേരി ചെയ്യിക്കുന്നു ഏതിന് പ്രൊപ്പോർഷണലായിട്ട്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ അഥവാ നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ ഓരോ ഇൻസ്റ്റന്റിലുമുള്ള ആംപ്ലിറ്റ്യൂഡ് വാല്യൂ അനുസരിച്ച്. അതാണ് PPM മോഡുലേഷൻ. നമ്മൾ പാമില് നമ്മൾ എന്താ ചെയ്തത്? PAM-ല് നമ്മൾ എന്ത് ചെയ്തു? ആംപ്ലിറ്റ്യൂഡാണ് ഇങ്ങനെ വേരി ചെയ്തത് കാരിയർ പൾസിന്റെ. PWM-ല് നമ്മൾ എന്ത് കണ്ടു? ചെറിയ പൾസ് വിഡ്ത്ത് കൂടുന്നു, വിഡ്ത്ത് കുറയുന്നു, ഇങ്ങനെ കണ്ടു. ഇവിടെ നമ്മൾ ഒരു പൾസ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും, അതിന്റെ ഫ്രീക്വൻസി വിഡ്ത്ത് സെയിം ആയിരിക്കും, പക്ഷേ അതിന്റെ പൊസിഷൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോ ടൈം ആക്സിസിൽ നമ്മൾ ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള 4 പൾസസ് ആണത്. ഇതിന്റെ വിഡ്ത്ത് സെയിം ആണ്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഇതിന്റെ പൊസിഷൻ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല ഈ പൾസ് തമ്മിലുള്ള, ഇത് കുറച്ചും കൂടി ക്ലോസർ ആണ്. അപ്പൊ ഇവിടെ പൾസുകൾ എക്സ് ആക്സിസിൽ വ്യത്യസ്ത ഡിസ്റ്റൻസിലായിരിക്കും നമുക്ക് ലഭിക്കുക മോഡുലേഷന് ശേഷം. അപ്പൊ ഇതാണ് പൾസ് പൊസിഷൻ മോഡുലേഷന്റെ ഔട്ട്പുട്ട്. പൊസിഷൻ ഓഫ് ദ പൾസസ് varies in accordance with the intensity of modulating signal or message signal. അപ്പൊ PWM സിഗ്നലാണ് PPM-ന്റെ, ഇത് PPM ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ PWM സിഗ്നല് നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാ? PWM മോഡുലേറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് ഒരു കമ്പാരറ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മളൊരു കമ്പാരറ്റർ വരക്കുന്നു. കമ്പാരറ്റർ വരച്ചു. അതിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ മെസ്സേജ് സിഗ്നൽ കൊടുക്കും. രണ്ടാമതായി നമ്മൾ കാരിയർ പൾസസ് കൊടുക്കും. അപ്പോൾ ഇവിടെ
നമ്മൾ ഇപ്പോൾ ഷോർട്ട് ടൂത്ത് ജനറേറ്റർ ആണെങ്കിൽ ഷോർട്ട് ടൂത്ത് പൾസസ് ആണ് കൊടുക്കുക. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ നമുക്ക് PWM കിട്ടും. ഈ കിട്ടുന്ന PWM സിഗ്നലിനെ നമ്മളൊരു മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് PPM കിട്ടും, പൾസ് പൊസിഷൻ മോഡുലേറ്റഡ് വേവ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്തു, മെസ്സേജ് സിഗ്നലാണ് കൊടുത്തത്. ഇവിടെ രണ്ട് രൂപത്തിലുള്ള PWM മോഡുലേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് പൾസ് കൊടുത്തുകൊണ്ട് കാണും, സ്ക്വയർ പൾസസ് കൊടുത്തുകൊണ്ട് കാണും, അല്ലെങ്കിൽ ഷോർട്ട് ടൂത്ത് വേവ് കൊടുത്തുകൊണ്ട് കാണാം. രണ്ടാണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്, പൾസ് വിഡ്ത്ത് മോഡുലേഷനാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഈ പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് വേവ് ആണ് നമ്മൾ മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, പൾസ് പൊസിഷൻ മോഡുലേഷൻ കിട്ടും. പൾസ് പൊസിഷൻ മോഡുലേഷൻ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അതിൻ്റെ ഔട്ട്പുട്ട് പൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും, അതിൻ്റെ വിഡ്ത്ത് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ പൊസിഷൻ മാത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് നോക്ക്, ഇത് വളരെ ക്ലോസറാണ്, ഇത് വൈഡാണ്. അപ്പോൾ ഈ പൊസിഷൻ ഓഫ് ദ കാരിയർ പൾസസ് varies in accordance with the intensity of message signal, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വേരിയേഷൻ ഓഫ് മെസ്സേജ് സിഗ്നൽ, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ദ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഓഫ് മെസ്സേജ് സിഗ്നൽ. അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ കമ്പാരറ്റർ ഉപയോഗിക്കാതെയാണ് നമുക്ക് PPMന്റെ ബ്ലോക്ക് ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധാരണ വരക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ബ്ലോക്ക്, അത് PWM മോഡുലേറ്റർ, അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് കാണിച്ചാൽ മതി, ഒരു മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ കാണിക്കുക. ഇവിടെ നമുക്ക് PPM കിട്ടും. ഇവിടെ നമ്മൾ രണ്ട് ഇൻപുട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ മെസ്സേജ് സിഗ്നൽ MT കൊടുക്കാം, ഇവിടെ നമ്മളെ കാരിയർ പൾസ് CT കൊടുത്താൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ST എന്ന് പറഞ്ഞിട്ട് നമുക്ക് PPM സിഗ്നൽ മോഡുലേറ്റഡ് വേവ് കിട്ടും. അപ്പോൾ നമുക്ക് അതിന്റെ വേവ് ഫോംസ് ഒന്ന് നോക്കാം. ഇത് നമ്മുടെ മെസ്സേജ് സിഗ്നലാണ്. മെസ്സേജ് സിഗ്നൽ ഈ മെസ്സേജ് സിഗ്നലിനനുസരിച്ച് നമ്മളിവിടെ എന്ത് ചെയ്തു, നമുക്ക് മോഡുലേറ്റഡ് PWM വേവ് കിട്ടിയിട്ടുണ്ട് വിചാരിക്കുക. ഇങ്ങനെ വേവ് കിട്ടിയിട്ടുണ്ട്. അറിയാം, നെഗറ്റീവ് പീക്കിലേക്ക് എത്തുമ്പോൾ വളരെ തിൻ വെടുത്തില്ലാത്ത പൾസുകളാണ് കിട്ടുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ PWMന്റെ കേസിൽ പഠിച്ചത് നമ്മുടെ കാരിയർ പൾസിന്റെ ലീഡിംഗ് എഡ്ജ് PWMന്റെ കേസിൽ
കോൺസ്റ്റന്റ് ആയി നിൽക്കും. മറിച്ച് ട്രെയിലിംഗ് എഡ്ജാണ് ഇങ്ങനെ വേരി ചെയ്യുക. ഇതിന്റെ വിടുത്ത് കൂടുന്നു കുറയുന്നു എന്നുള്ള കാരണം ട്രെയിൽ എഡ്ജ് മോഡുലേഷൻ ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത കാരിയർ പൾസിന്റെ ട്രെയിലിംഗ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഉദാഹരണമായിട്ട് നമ്മളൊരു കാരിയർ പൾസ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ PPM ഔട്ട്പുട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ PWM ഉണ്ടെങ്കിൽ നമ്മളെ ട്രെയിലിംഗ് പൾസിന്റെ ഫിനിഷിംഗ് അല്ലെങ്കിൽ ട്രെയിലിംഗ് പൾസിന്റെ സെയിം ലൈനിലായിരിക്കും PPMന്റെ ലീഡിംഗ് എഡ്ജ്. ഈ പൾസ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് PPM പൾസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ നമുക്ക് നോക്കുക, ഫസ്റ്റ് PWM പൾസ് എൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. കാരണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ എൻഡ് ചെയ്തു. ഈ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. PPM പൾസിന്റെ വിടുത്ത് തീരുമാനിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ RC ടൈം കോൺസ്റ്റന്റ് ആണ്. RCന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് വളരെ ചെറിയ പൾസ് ഉണ്ടാക്കാം, വളരെ വൈഡായിട്ട് ഉണ്ടാക്കാം. എന്താണെങ്കിലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് അല്ലാതെ ഇൻപുട്ട് കൊടുക്കുന്ന PWM പൾസിനെ ആശ്രയിച്ചിട്ടല്ല ഔട്ട്പുട്ട് പൾസിന്റെ വിഡ്ത്ത്, പക്ഷേ പൊസിഷൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു പൾസ് കിട്ടി. ഇനി നോക്കുക, അടുത്ത പൾസിന്റെ ട്രെയിലിംഗ് എഡ്ജ് ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അടുത്ത പൾസ് കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ കിട്ടും. ഒരേ വിധത്തിലുള്ള പൾസുകളായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. മൂന്നാമത്തെ പൾസ് ഇവിടെയാണ്. ഏകദേശം നമ്മുടെ രണ്ടാമത്തെ പൾസിനെ പോലെ തന്നെ അത്ര എന്തുണ്ട്, ഗ്യാപ്പ് ഉണ്ട് ഈ പൾസിന്റെ വിടുത്ത്, ഒരേ വിടുത്തിലുള്ള. പക്ഷെ നാലാമത്തത് വിടുത്ത് കുറവാണ്, അതുകൊണ്ട് തൊട്ടടുത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പൾസ് എന്തായി, കുറച്ച് അടുത്ത് വന്നു. ഇതിന്റെ പൊസിഷൻ വളരെ നിയറായി. അടുത്തതും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ എവിടെ വന്നു, ഇവിടെ വന്നു. ഇങ്ങനെ ഇപ്പോ ഇത് തമ്മിൽ മോർ ഡിസ്റ്റൻസ്, ഇത് തമ്മിൽ വളരെ ക്ലോസർ ആണ്. അപ്പൊ ഇവിടെ എന്താ മാറിയത് നോക്ക്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എല്ലാം സെയിം ആണ്. ഇതിന്റെ വിടുത്തെല്ലാം, എല്ലാത്തിന്റെയും വിടുത്ത് എന്താ, പൾസിന്റെ വിടുത്ത് സെയിം ആണ്. പക്ഷെ ഇവിടെ ആകെ മാറ്റം വന്നിട്ടുള്ളത് എന്താണ്, ഇത് എക്സ് ആക്സിസിൽ എവിടെയാണോ ഇതിന്റെ പൊസിഷൻ അകലെയാണ്, അടുത്താണ്, കൂടുതൽ അടുത്താണ്. ഏതിനനുസരിച്ചായിരിക്കും അത്, ഈ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനനുസരിച്ച്, മോഡുലേറ്റഡ് സിഗ്നലിന്റെ സാമ്പിൾ വാല്യൂവിനനുസരിച്ച് കാരിയർ പൾസിന്റെ പൊസിഷൻ മാറും. ഇവിടെ കാരിയർ പൾസ് എന്ന് പറഞ്ഞാൽ കാരിയർ പൾസിനെ നമ്മൾ ഫസ്റ്റ് PWM ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇതിവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ശരിക്കും ഈ പോയിന്റിൽ നമ്മൾ എന്ത് വരക്കണം, കാരിയർ പൾസും കൂടി വരച്ചു കഴിഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഫസ്റ്റ് PWM ആയി കൺവേർട്ട് ചെയ്തു, അതിനെ വീണ്ടും മോണോസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, PPM സിഗ്നലായി കൺവേർട്ട്. നമ്മൾ ഒന്നുകൂടെ ഈ 3 മോഡുലേഷനും ഒരിക്കലും മാറാതിരിക്കാൻ വേണ്ടി, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക. അതിന്റെ വേവ് ഫോം നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ ഒരു 3 കാരിയർ പൾസ് വരച്ചു. ഇത് നമ്മുടെ കാരിയർ പൾസസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആദ്യം പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കണ്ടു. അപ്പൊ അത് നമുക്കറിയാം
പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ ചെറിയ പൾസ് കണ്ടു, വലിയ പൾസ് കണ്ടു, വീണ്ടും ചെറിയ പൾസ് കണ്ടു. ഇവിടെ ഇപ്പം നമ്മളൊരു സൈൻ വേവിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യും. കാരിയർ വേവിന്റെ ഒരേ ആംപ്ലിറ്റ്യൂഡിലുള്ള കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ വേരി ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനെ PAM എന്ന് പറയാം. കാരണം ആംപ്ലിറ്റ്യൂഡാണ് മോഡുലേറ്റ് ചെയ്തത്. ഇനി നോക്ക്, ഇതേ പൾസിന്റെ നോക്ക്, ഇവിടെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തിട്ടുള്ളൂ, ഇവിടെ ഇതിന്റെ വിഡ്ത്ത് വേരി ചെയ്തു. പക്ഷെ ഇതിന്റെ പൊസിഷൻ ഇവിടെ തെറ്റിയിട്ടേ ഇല്ല, എല്ലാം ഒരേ ലൈനിലാണ്. അപ്പൊ നമുക്ക് എന്തായി, ഇവിടെ നമുക്ക് എന്ത് പറയാം, PWM. ഇവിടെ കാരിയർ പൾസസ്, ഈ കാരിയർ പൾസസിന്റെ എന്താ മാറ്റിയത്, വിഡ്ത്ത് മാറ്റി, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മാറ്റി. ഇനി മൂന്നാമത്തെ നോക്ക്, ആകെ മാറുന്നത് എന്താ, ആംപ്ലിറ്റ്യൂഡ് മാറുന്നില്ല, വിഡ്ത്ത് മാറുന്നില്ല. പക്ഷേ എന്ത് മാറി, പൊസിഷൻ മാറി. ആംപ്ലിറ്റ്യൂഡ് റിമൈൻ കോൺസ്റ്റന്റ് ആണ്, വിഡ്ത്ത് സെയിം ആണ്, പക്ഷേ ഇതിന്റെ പൊസിഷന്, ഇത് ഈ ആക്സിസിൽ ഈ പൾസ് കഴിഞ്ഞിട്ട് ഇത്രയും ഡ്യൂറേഷൻ കഴിച്ചിട്ടാണ് അടുത്ത പൾസ്, പക്ഷെ വളരെ ക്ലോസറായി അടുത്ത പൾസ്. ഈ പൾസുകൾ എക്സ് ആക്സിസിൽ ഇപ്പോൾ പ്ലേസ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിന്റെ പൊസിഷൻ വേരി ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അനുസരിച്ചാണ് എന്നുള്ളതാണ് PPM മോഡുലേഷന്റെ പ്രത്യേകത. ഇനി നമ്മൾ പഠിക്കുന്നത് PPM പൾസിന്റെ ഡീമോഡുലേഷനാണ്. ആ ഡീമോഡുലേഷനും കൂടി തീർന്നാൽ നമുക്ക് അനലോഗ് പൾസ് മോഡുലേഷന്റെ ആ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആവും. ഇതിലെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ PWMൽ കണ്ട പോലെ ഒരു പൾസ് ജനറേറ്റർ ഉണ്ട്, ഒരു റഫറൻസ് പൾസ് ജനറേറ്റർ ഉണ്ട്. അതുപോലെ തന്നെയാണ് റഫറൻസ് പൾസ് ജനറേറ്റർ ഉണ്ട്, ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഇതിൽ ഒരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് PWM സിഗ്നലായി കിട്ടും. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ PWM ഡീമോഡുലേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. PWM ഡീമോഡുലേറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് മെസ്സേജ് സിഗ്നൽ നമുക്ക് കിട്ടും. മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ, എന്താണോ നമ്മൾ മോഡുലേറ്റ് ചെയ്തത് ആ സിഗ്നൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻപുട്ട് സിഗ്നലായിട്ട് കൊടുക്കുന്നത് പൾസ് പൊസിഷൻ മോഡുലേഷൻ ആണ്. ഇനി നമുക്കിതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നോക്കുക. നമുക്കറിയാം ഇതിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് പൾസ് പൊസിഷൻ മോഡുലേഷൻ ആണ്. നമ്മൾ PWMൽ മനസ്സിലാക്കിയ പോലെ തന്നെ ഇവിടെ പൾസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ PPMന്റെ കൂടെ നോയ്സുകളും ആഡ് ചെയ്തിരിക്കും. അപ്പോൾ PPMന്റെ പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിൽ കോൺസ്റ്റന്റ്
ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ ഡ്യൂറേഷനും വിടുത്തുള്ള ക്ലിയർ നോയ്സുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള PPM സിഗ്നലാണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ കിട്ടുക. പക്ഷെ ഇതിന്റെ പൊസിഷൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അഥവാ ഇതിൽ ആഡ് ചെയ്ത നോയ്സിനൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പൾസ് ജനറേറ്ററിനുള്ളത്. ഇവിടെ നമുക്ക് റെഫറൻസ് പൾസ് ജനറേറ്ററാണ്. ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ കാരിയർ പൾസ് എങ്ങനെയായിരുന്നോ സെയിം ഒരേ വിഡ്ത്തിലും ഒരേ ആംപ്ലിറ്റ്യൂഡിലും ഡ്യൂറേഷനിലുള്ള പൾസസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക റെഫറൻസ് പൾസ് ജനറേറ്റ് ചെയ്യുക. ഇത് റെഫറൻസ് പൾസ് നേരെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സെറ്റിലേക്കാണ് കൊടുക്കുന്നത്. പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് നേരെ റീസെറ്റ് പിന്നിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ആദ്യം നമുക്ക് ഈ പൾസ് വന്ന് പൾസ് പൊസിഷൻ മോഡുലേഷന്റെ സിഗ്നലാണ് വരുന്നതെങ്കിൽ ആ നേരത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന് അത് റീസെറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, തൊട്ടടുത്ത് വരുന്ന പൾസ് നമ്മളെ റെഫറൻസ് പൾസ് കറക്റ്റ്, അതായത് റെഫറൻസ് പൾസ് ഈക്വലായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പിനെ. കാരണം അതിന്റെ ഇന്റർവെൽ ഒരേപോലെയാണ്. അതേസമയം PPMന്റെ പൾസുകൾ നമുക്കറിയാം അതിന്റെ പൊസിഷൻ വേരി ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് റീസെറ്റ് ചെയ്യുന്നത് എന്താവില്ല, ഒരേ സമയത്താവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ കിട്ടുക, വീതി കൂടുതലുള്ളതും വീതി കുറഞ്ഞതുമായി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം സെറ്റ് ചെയ്യുന്ന ടൈമും റീസെറ്റ് ചെയ്യുന്ന ടൈമും വ്യത്യാസമായിരിക്കും. കാരണം സെറ്റ് ചെയ്യുന്നത് എപ്പോഴും റെഫറൻസ് പൾസസ് വെച്ചിട്ടാണ്. പക്ഷെ റീസെറ്റ് ചെയ്യുന്നത് ഈ പൊസിഷൻ എപ്പോഴാണോ പൾസ് വരുന്നത് ആ നേരത്തെ മാത്രമേ എന്ത് നടക്കുള്ളൂ, റീസെറ്റ് നടക്കുള്ളൂ. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഓൺ ടൈമും ഓഫ് ടൈമും എന്താവും, ഡിഫറെന്റ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് കിട്ടുന്ന പൾസ് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന പൾസ് അതുകൊണ്ടാണ് PWM സിഗ്നൽ നമുക്ക് ലഭിക്കുന്നത്. ഈ PWM സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്പറേഷൻ നമ്മൾ PWM ഡിമോഡുലേഷൻ പഠിച്ച പോലെ തന്നെ ഡിമോഡുലേറ്റർ കൊടുക്കുന്നു, നമുക്ക് ഔട്ട്പുട്ട് മെസ്സേജ് സിഗ്നൽ കിട്ടുന്നു. ഇതോടുകൂടി നമ്മുടെ 3 അനലോഗ് മോഡുലേഷനും ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആകെ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത് ഇതിന്റെ കമ്പാരിസൺ മാത്രമാണ്. കമ്പാരിസൺ ഓഫ് PAM, PWM ആൻഡ് PPM. ഇതുകൂടി തീർന്നാൽ നമ്മുടെ അനലോഗ് പൾസ് മോഡുലേഷന്റെ പാർട്ട് നമുക്ക് തീർന്നു.